ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് LBSൻ്റേത് പറയാൻ വേണ്ടിയിട്ടാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ മെഡിക്കൽ ബോർഡിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് മെഡിക്കൽ ബോർഡ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ എല്ലാവരുടെയും പേരുണ്ടാവും. അത് നിങ്ങളുടെ പേരനുസരിച്ച് ഏത് ഡേറ്റാണ് നിങ്ങൾക്ക് അവിടെ വന്ന് മെഡിക്കൽ ബോർഡിൽ വരേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിന് മാത്രം ആ പേരുള്ള കുട്ടികൾ പോവുക കേട്ടോ. 30, 31, 1-ാം തീയതി ഒക്കെ ആയിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്ത് പോവാം. ഇനിയും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. 2025 BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന് അവസാനം ഉള്ള ഇൻഡെക്സ് മാർക്കിന് കിട്ടിയത് ഏതൊക്കെ കോളേജിലൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും ഡൗൺലോഡ് ചെയ്ത് കാണുക. ഓക്കെ, നമ്മളത് വേണമെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഒത്തിരി പേജസ് ഉണ്ട്. ഓരോ കോഴ്സിനെയും പറ്റിയിട്ട് എടുത്ത് ഓരോ കാറ്റഗറിക്ക് എവിടെയൊക്കെ കിട്ടി, ഏത് മാർക്കിനൊക്കെ കിട്ടി എന്നത് ഡിഫറൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതും കൂടെ നോക്കുക. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇൻ 2025 ഓഫ് BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഫോർ മെഡിക്കൽ ബോർഡ് അറ്റ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസ്, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. അവിടെയാണ് നിങ്ങൾ പോവേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നൈം കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാസർഗോഡുള്ള ആൽബിൻ എന്ന് പറയുന്ന കുട്ടി ഡേറ്റ് 30/7/26 9:30 എന്ത് ചെയ്യണം, ഇവിടെ ചെല്ലണം എന്നുള്ളതാണ്. അതുപോലെ ഓരോ കുട്ടികളുടേതും കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഏതൊക്കെയാണ് അത് ബേസ് ചെയ്ത് ഏതൊക്കെ കോഴ്സിന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ BSc നഴ്സിങ്ങിന് ചില കുട്ടികൾ അക്സെപ്റ്റ് ആവും, ചില കുട്ടികൾ റിജക്റ്റ് ആവും. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിനും കുറച്ച് കുട്ടികൾ ഡിസബിലിറ്റി അനുസരിച്ച് റിജക്റ്റ് ആവാനും അക്സെപ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ 30/7, അത് കഴിഞ്ഞ് 31/7, 1/8/2026 എന്നീ ഡേറ്റുകളിലായിരിക്കും ഇത് വരുന്നത്. അവരവരുടെ പേരുകൾ നോക്കുക. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ആഫ്റ്റർ റെഗുലർ അലോട്ട്മെൻറ്റ് ഇൻ 2025. അതായത് എല്ലാ റെഗുലർ അലോട്ട്മെൻറ്റിന് ശേഷം വന്നിട്ടുള്ള ഇൻഡെക്സ് മാർക്കാണ്. ഇപ്പോൾ BSc അനസ്തേഷ്യ ടെക്നോളജി നിങ്ങൾ നോക്കിക്കേ. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിന് 161.66 മാർക്കുള്ള ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് മെറിറ്റിൽ. മേ ബി അറ്റ് ലാസ്റ്റ് സ്പോട്ടിന് ആ സീറ്റിൽ ആരും വരാത്തത് കൊണ്ട് ആ കുട്ടി എടുത്തതായിരിക്കാം കേട്ടോ. അതുപോലെ മിംസ് കോളേജിലെന്ന് പറയുമ്പോൾ 267.5 വരെ സ്റ്റേറ്റ് മെറിറ്റ്, മുസ്ലിമിനാണെങ്കിൽ 247.5. അപ്പം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് കിട്ടുമോ എന്നുള്ളത്. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് LBS വെബ്സൈറ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് നോക്കാം. ഇത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുവാണെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു for watching.